And Alan, the little daughter, she has become the youngest organ donor in the state. So the state has decided to give the honor, guard of honor, to the little child. And now, just now, the police gave the guard of honor. 10 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് റോഡ് ട്രാഫിക് ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ മരണത്തെ തുടർന്ന് മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. അതിനെ മാനിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ആ കുഞ്ഞിന് സകല ബഹുമതിയോടുകൂടി അതിനെ അടക്കം ചെയ്തു. അതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. എന്നാൽ പ്രശ്നം അതല്ല. നമ്മുടെ കേരളത്തിൽ പലർക്കും അതിനെ അങ്ങോട്ട് അംഗീകരിക്കാനോ ഏറ്റെടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അവരുടെ ചോദ്യങ്ങൾ പല വിധത്തിലാണ്. ഷെറിൻ എങ്ങനെയാണ് കരയാതെ പിടിച്ചു നിൽക്കുന്നത് ചോദിച്ചിരുന്നു അമ്മ? ഞാൻ ചോദിച്ചില്ല. ഈ ചോദ്യം കേട്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ആരായാലും ചോദിച്ചു പോകും. ഒന്നുകിൽ ദൈവവചനം അറിയണം, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് അറിയണം. ഇത് രണ്ടും അറിയാൻ വയ്യാത്തവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോകും. നമ്മൾ മരണ വീട്ടിൽ ചെല്ലുന്നത് അവരുടെ കരച്ചിൽ കാണാനും അവർ പദം പറഞ്ഞ് കരയുന്നതൊക്കെ കാണാനാണോ എന്ന് തോന്നിപ്പോയി. കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ബന്ധപ്പെടുന്നവരുടെ വലിയൊരു ജാഥ. അല്ല, കരഞ്ഞില്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം. എന്തായാലും 2 ചോദ്യത്തിനും മറുപടി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആലിൻ്റെ അമ്മ കരയുന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പ്രത്യാശ, പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടായിരിക്കാം. അത് ഉറപ്പുള്ള ഭിത്തി പോലെ അവരുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാകാം കരയാൻ പറ്റാത്തത്. അതാണ് ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുന്ന പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്രിസ്ത്യാനികളും ഒരുപോലെ ശവസംസ്കാരത്തിൽ ഏറ്റുപാടുന്ന ഒരു പാട്ടാണ്. അതെ, ഇതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അല്ല, ഇനി ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ മാനിക്കാത്തവരാണെങ്കിൽ അവർ കുറഞ്ഞ പക്ഷം മെഡിക്കൽ സയൻസെങ്കിലും അറിഞ്ഞിരിക്കണം. അത് ഇങ്ങനെ പറയുന്നു. ഗ്രീഫ് പ്രോസസ്. ഈ ഗ്രീഫ് പ്രോസസ് ആർക്കും സംഭവിക്കാം. എനി ഹ്യൂമൻ ബീങ് ക്യാൻ ഗോ ത്രൂ ഗ്രീഫ് പ്രോസസ്. നമ്മുടെ ലവ്ഡ് വൺ നമുക്ക് നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ട്രോമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ സ്റ്റേജസ്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ there are 5 stages of grief process. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തരീക്ക ഉണ്ടായിരുന്നു, ഡാബ്ഡ. ഓക്കെ, അപ്പം ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ മീ ടു റിമെമ്പർ. ഡാബ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഫോർ ഡിനയൽ. നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ഇവന്റ്, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് നമുക്ക് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ എന്താ, വി വിൽ ബി ഇൻ ഡിനയൽ സ്റ്റേജ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്റെ പപ്പ മരിച്ചപ്പോൾ എന്റെ ചേച്ചിയുടെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പച്ചൻ മരിച്ചു പോയി. ആദ്യം ഞാൻ ഫോൺ എടുത്തിട്ട് ഐ വാസ് നൗ ഫോർ എ വൈൽ. എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. പിന്നെ ചോദിച്ചു അപ്പച്ചൻ മരിച്ചു പോയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മൈ മൈൻഡ് വാസ് ബിൽക്കുൾ ബ്ലാങ്ക് ആൻഡ് ബ്ലൈൻഡ്. എനിക്കൊന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫോൺ വിളിച്ചു. അപ്പം ഡിനയൽ സ്റ്റേജിൽ ബിഫോർ വി സ്റ്റാർട്ട് ആ ഡിസ്കഷൻ, നമുക്ക് ഈ സ്റ്റേജസ് എല്ലാവർക്കും എല്ലാ സെയിം വേയില് പോകണമെന്നില്ല. എല്ലാ സ്റ്റേജും എല്ലാവരിലും ഒരുപോലെ ആയിരിക്കത്തില്ല. ഓക്കെ, ചിലര് 2ാമത്തെ സ്റ്റേജ് മൂലം ആയിരിക്കും തുടങ്ങുന്നത്, ചിലര് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ആദ്യം അവര് കാണിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഈ സ്റ്റേജ്. എന്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈ സ്റ്റേജസ്, ഗ്രീഫ് പ്രോസസ്, അത് തിയറി പറയുന്ന പോലെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. സോ പപ്പ മരിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടാതെ ഫോൺ വിളിച്ചു. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയാണോ ഐ ലോസ്റ്റ് മൈ ഫാദർ. പെട്ടെന്ന് ഞാൻ അടുത്ത സ്റ്റേജ് ഡാബ്ഡയിലെ എ ഫോർ ആങ്കർ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എങ്ങനെ പപ്പ മരിച്ചു എന്ന് ഇവര് പറഞ്ഞു. ദേ ആർ നോട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ്. ഓക്കെ, വീട്ടിലാണ് എന്റെ പപ്പ. അപ്പൊ ആരാണ് ഇവരോട് പറഞ്ഞത് പപ്പ മരിച്ചെന്ന്? പെട്ടെന്ന് ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞത് പപ്പ മരിച്ചെന്ന്? നിങ്ങളുടെ ആരും പറഞ്ഞു ഡയറക്റ്റ് പപ്പയുടെ ഡെഡ് ബോഡി കൊണ്ട് മോർച്ചറിയിൽ വെക്കാൻ? നിങ്ങൾ ഏതെങ്കിലും ഫിസിഷ്യനെ കാണിച്ചോ, ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചോ? ഇറ്റ് ഷുഡ് ബി ദ ഫിസിഷ്യൻ ഹു ഈസ് സപ്പോസ് ടു ഡിക്ലെയർ ദാറ്റ് ദ പേഴ്സൺ ഈസ് ഡെഡ്. അപ്പൊ എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇല്ല, അടുത്ത ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു നേഴ്സ് ആന്റി ഉണ്ട്, ആന്റി ഒന്ന് നോക്കി, പൾസൊക്കെ നോക്കി, എന്നിട്ട് പൾസില്ല, അങ്ങനെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ നാട്ടുകാരല്ല തീരുമാനിക്കുന്നത് എന്റെ പപ്പ മരിച്ചു ഇല്ലയോ എന്ന്. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ പപ്പായെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയില്ല? എനിക്ക് ആകെ പാടിയമാതിരി ദേഷ്യം പോലെ വന്നു, എല്ലാവരോടും ദേഷ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് ഞാൻ കയറി, ബാർഗെയിനിങ്. ഓക്കെ, ഡാബ്ഡയിലെ ബി ഫോർ ബാർഗെയിനിങ്. ഈ ബാർഗെയിനിങ്ങില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട്
അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക സ്വയം തീരുമാനങ്ങൾ എടുക്കും, അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ ബാർഗൈൻ ചെയ്തു തുടങ്ങും. അപ്പൊ ഞാനും ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ചെന്ന് പപ്പായെ കാണുമ്പോൾ മോർച്ചറിയിൽ നിന്ന് പപ്പായുടെ ഡെഡ് ബോഡി പുറത്തോട്ട് എടുക്കുമ്പോൾ പപ്പ ഒന്ന് കണ്ണ് ചിമ്മിയിരുന്നെങ്കിൽ, ഒന്ന് പപ്പ കണ്ണ് തുറന്നിരുന്നെങ്കിൽ. ഇത് എന്റെ പറ്റി എല്ലാവർക്കും തോന്നി. എന്റെ മമ്മിയും പറഞ്ഞു, ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുവരുമ്പോൾ പപ്പ ജീവിക്കും. അങ്ങനെ നടക്കാൻ പോകാത്ത ഒരു സംഭവം നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തോട് നമ്മൾ പറയുന്നു, പപ്പ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും കുറച്ചുകൂടെ സുവിശേഷം വിളിച്ചു പറയുന്നതിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും, പപ്പായെയും കൊണ്ട് പരസ്യയോഗത്തിൽ കൂടുതൽ പരസ്യയോഗങ്ങൾക്ക് പോകും എന്നൊക്കെ ഞാനിങ്ങനെ തീരുമാനിക്കുകയാണ് മനസ്സിലായോ? സോ അതാണ്, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ ബാർഗൈനിങ് സ്റ്റേജ്. അപ്പൊ ഞാനും എന്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, മോർച്ചറിയിൽ നിന്ന് പപ്പ പുറത്തു വരുമ്പോൾ ഒന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ. ഞാനപ്പോ പപ്പയുടെ ഡെഡ് ബോഡി കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പപ്പായെ നോക്കും, പപ്പയുടെ കണ്ണ് തുറക്കുന്നുണ്ടോ പറഞ്ഞു, മനസ്സിലായി. അപ്പൊ ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ബാർഗൈനിങ് വിത്ത് സൂപ്പർ നാച്ചുറൽ പവർ. പിന്നെ സംഭവിക്കുന്നത് ഡിപ്രഷൻ. അതാണ് 4th സ്റ്റേജ് ഓഫ് ഗ്രീഫ് പ്രോസസ്. ഈ ഡിപ്രഷനിൽ നമ്മൾ സ്ലോലി നമ്മളുടെ ലോസ് നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഡിപ്രഷന്റെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ആരോടും അധികം സംസാരിക്കാൻ താല്പര്യപ്പെടത്തില്ല, നമ്മൾ മൗനമായിട്ടിരിക്കും. മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയും, they don't talk much, ഇല്ലേ? അവർ സൈലന്റ് ആയിട്ടിരിക്കും. ബിക്കോസ് they are depressed ഇമോഷണലി. അവർ ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല. അവരിങ്ങനെ മൂടിയായിട്ട് ഗ്ലൂമി ആയിട്ട് എപ്പോഴും ഇരിക്കും. ഓക്കെ, അപ്പൊ അത് എനിക്കും സംഭവിച്ചു. എനിക്ക് അധികം ആരോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും 1-2 വേർഡ്സിൽ മറുപടി പറഞ്ഞ് ഞാൻ അവിടെ നിർത്തും. ലാസ്റ്റ് സ്റ്റേജ് ആണ് ആക്സെപ്റ്റൻസ്. നമ്മുടെ ഈ എന്താ പറയുന്നത്, ലോസ് ഓഫ് അവർ ഡിയർ ആൻഡ് നിയർ വൺസ്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള് നമുക്ക് നഷ്ടപ്പെട്ടു. അതൊരു റിയാലിറ്റിയാണ്, റിയലായിട്ട് സംഭവിച്ചതാണ് എന്നൊക്കെ നാം സ്വയം മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്, അതാണ് ആക്സെപ്റ്റൻസ്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ദ സ്റ്റേജസ് വി ഗോ ത്രൂ whenever we face or whenever we experience any kind of crisis or traumatic event. അപ്പോൾ these are the defense mechanisms accept by our body. അല്ലെങ്കിൽ നമ്മള് എന്താ പറയുക, നമ്മള് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉറക്കെ കരയും, ഉറക്കെ പറയും. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ആകും, അല്ലേ? അപ്പോ ഈ ഗ്രീഫ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഡിനയൽ സ്റ്റേജ് ആയിക്കോട്ടെ, ആങ്കർ സ്റ്റേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിക്കോട്ടെ, ബാർഗൈനിങ് ആയിക്കോട്ടെ, എന്തെല്ലാം ഈ സ്റ്റേജിൽ ആകുമ്പോൾ നമ്മൾ സ്ക്രീം ചെയ്യും, നമ്മൾ ഷൗട്ട് ചെയ്യും, നമ്മൾ മിണ്ടാതിരിക്കും. ഇതെല്ലാം നോർമലാണ്. ഓക്കെ, തിയറിയിൽ പറയുന്നത് ഗ്രീഫ് പ്രോസസ് ഇറ്റ് മേ ലാസ്റ്റ് ഫ്രം 6 months to 4 years എന്നാണ് പറയുന്നത്. മനസ്സിലായി? അതിന്റെ ഇടയ്ക്ക് അത്രയും സമയം വേണം നമ്മളുടെ മെന്റൽ ട്രോമ മാറി നമ്മളൊന്ന് നോർമൽ ആകാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം, ഒരു ആന്റിയുടെ 24-year-old ഉള്ള ഒരു ഗേൾ met with an accident and she was dead on the spot. അപ്പം മോള് മരിച്ചു പോയെന്ന് അമ്മ അറിഞ്ഞുടനെ കോമ സ്റ്റേജിലായിപ്പോയി. അങ്ങനെ 1 വർഷത്തോളം she was in coma. ഓക്കെ, അപ്പൊ ഈ സ്റ്റേജസ് എല്ലാം മാറിയിട്ട് കോമയിലോട്ട് ഡയറക്റ്റ് പോയി. കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു കഴിവില്ലാണ്ട് പോയി. അങ്ങനെ കോമയിലായിപ്പോയി. ഈ ഡിഫൻസ് മെക്കാനിസം, ബോഡി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം, ആ ഗ്രീഫ് പ്രോസസ്, അത് എല്ലാവരും അതിൽ കൂടെ പോകും. പക്ഷെങ്കിൽ ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. നമ്മൾ ഓരോരുത്തരും എന്താ പറയുന്നത്, ഗ്രീഫ് പ്രോസസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ള പ്രോസസ്, ഗ്രീഫ് പ്രോസസ് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് രീതിയിലായിരിക്കും. സോ വി ഷുഡ് റെസ്പെക്ട് അതേഴ്സ് ഫീലിംഗ്സ്. മനസ്സിലായോ? അതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്.